ഹായ് ഫ്രണ്ട്സ്, വിജയ രമേശ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഇന്ന് എപ്പിസോഡ് നമ്പർ 74 എപ്പിസോഡ് തുടങ്ങി അതിൻ്റെ അവസാനം വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം. സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കാണണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ആക്കാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പേ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാം. രാവിലെ നല്ല എനർജി കിട്ടാൻ വേണ്ടി ലാലേട്ടൻ്റെ പാട്ടയെ കാട്ടുകിട്ട് വറുത്തിട്ട് ആ പാട്ടിട്ട് കൊടുത്തു. അടിപൊളിയായിട്ട് അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മോർണിംഗ് ടാസ്ക്കാണ്. ടാസ്ക് ലെറ്റർ അഭിഷേക് ശ്രീകുമാർ ക്യാപ്റ്റനാണല്ലോ വായിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ ഫാൻ പേജിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെയുള്ള കണ്ടസ്റ്റൻറ്റ് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നോറ അത് തെറ്റായ ഉത്തരം നൽകണം. അപ്പം നോറയ്ക്കാണ് ഒന്നൊന്നര പണി അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. ബിഗ് ബോസ് വിചാരിച്ച് രാവിലെ അങ്ങോട്ട് ഒരു അടി തളർന്നിക്കാം. അപ്പം നോറ അങ്ങോട്ട് ചൊറിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും ഇതിന് കിട്ടിയൊരു അവസരം അങ്ങോട്ട് വിനിയോഗിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ജിൻഡപ്പൻ ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന് റസ്മിൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ റസ്മിനെ പുറത്താക്കാൻ വേണ്ടി നീ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നോറ പറഞ്ഞു അല്ല. പക്ഷെ നോറ ഓപ്പണായിട്ട് സത്യം അങ്ങ് പറഞ്ഞെന്ന് വെച്ചാൽ അല്ല എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ അവിടെ അല്ല എന്നല്ല പറയേണ്ടത്, ആണ്. അത് തെറ്റായ ഉത്തരമാണല്ലോ നൽകേണ്ടത്. അപ്പോൾ ജിൻഡപ്പൻ കണ്ടോ അവളുടെ മനസ്സിലിരിപ്പിടെ പുറത്ത് വന്നു വന്ന രീതിയിൽ അങ്ങനെ എല്ലാവരും ചിരിക്കുന്നുണ്ട്. എല്ലാവരും ചിരിച്ചു നിൽക്കുന്ന സമയത്ത് അൻസിബ കണ്ടല്ലോ അങ്ങോട്ട് അടിപൊളിയിട്ട് ഒന്നൊന്നര ക്വസ്റ്റ്യൻ അങ്ങോട്ട് നോറയ്ക്കിട്ട് ചോദിച്ചിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? സ്വന്തം വീട്ടുകാരെ നാട്ടുകാരുടെ മുന്നിൽ പിച്ചി ചീന്താൻ ഇട്ട് കൊടുത്തത് ശരിയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് നോറയോട് അൻസിബ ചോദിച്ചിരിക്കുന്നു. എൻ്റെ പൊന്നോ, നോറയ്ക്ക് അടി കിട്ടിയ പോലെ ഇപ്പോൾ താൻ സ്നേഹിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട അൻസിത്തയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേരൻസിനെ കുറിച്ച് ഇങ്ങനെ പറയുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇല്ല, ഇത് പേഴ്സണൽ ക്വസ്റ്റ്യനാണ്, ചോദിക്കാൻ പാടില്ലെന്ന രീതിയിൽ നോറ പറഞ്ഞ സമയത്ത് ജിൻഡോ ഇത് ടാസ്ക്കാണ്, നോറ ടാസ്ക് ചെയ്യുന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് അപ്സരയും സുജയും ജിൻഡോട് പറഞ്ഞു അങ്ങനെയല്ല, ഒരാളടുത്ത് ദേഷ്യപ്പെട്ടിട്ടല്ല ടാസ്ക് ചെയ്യിപ്പിക്കേണ്ടെന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ജിൻഡോ പറഞ്ഞു നീ വാ തുറക്കുന്നത് കള്ളം പറയാനും തിന്നാനുമാണെന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ പറഞ്ഞു നീ വന്ന സമയത്ത് പാവം പിന്നെ കരച്ചിൽ, ഇപ്പോൾ ബോൾഡ്. നോറ അത് അംഗീകരിക്കുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞ ഉണ്ട് എന്ന് പറഞ്ഞു. കാരണം ഇല്ല എന്നാണ് പറയേണ്ടത്, കാരണം തെറ്റായ ഉത്തരമാണ് നൽകേണ്ടത്. അഭിഷേക് ശ്രീകുമാർ ചോദിച്ചു നീ പേരൻസായിട്ട് പിണങ്ങി നിന്നിട്ട് ആ പേരൻസ് ഇവിടെ വന്ന് അവരെക്കുറിച്ച് കുറ്റം പറയുന്നത് ലാലേട്ടന് വരെ അത് ചോദ്യം ചെയ്തതാണ്. ലാലേട്ടൻ വരെ അങ്ങനെ പറയാൻ പാടുണ്ട് കുട്ടി എന്ന് ചോദിച്ചു. അതിനെക്കുറിച്ച് എന്താണെന്ന രീതിയിലൊക്കെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. നോറയെ എങ്ങനെയൊക്കെ മാനസികമായി തകർക്കാൻ നോക്കി, പക്ഷെ മറ്റാര് പറഞ്ഞതും നോറയ്ക്ക് വിഷമമായില്ല. അൻസിബ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് നോറയ്ക്ക് നല്ല വിഷമമായത്. അൻസിബ എന്തായാലും ഗെയിം കളിക്കുന്നുണ്ട്, നന്നായിട്ട് അൻസിബ ഗെയിം കളിക്കുന്നുണ്ട്. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ തന്നെ അൻസിബ കൊടുക്കുന്നുണ്ട്. പക്ഷേ നോറയ്ക്കത് എന്താ പറയുക, ഓർക്കോ പുറത്ത് കിട്ടിയൊരു അടി തന്നെയായിരുന്നു. തൻ്റെ വിഷമങ്ങൾ അൻസിബ എടുത്ത് ഷെയർ ചെയ്യുന്നു. ഉമ്മയും വാപ്പയും പോയതിന് ശേഷവും ഉണ്ടായ കാര്യങ്ങളൊക്കെ അൻസിബയുടെ അടുത്ത് തന്നെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അൻസിബ അത് മനസ്സിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു അവസരം കിട്ടിയ സമയത്ത് എടുത്തിട്ട് അങ്ങോട്ട് ഒന്നൊന്നര അലക്കിയിരിക്കുന്നത്. എന്തായാലും അതിനുശേഷം അൻസിബ ഋഷിയോടും അഭിഷേക് ശ്രീകുമാറോടൊക്കെ ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ വീട്ടുകാരെ എന്തിനാണ് നാട്ടുകാരെ മുമ്പിലിട്ട് ഇങ്ങനെ നാറ്റിക്കാനായിട്ട് ഓരോ കുറ്റങ്ങൾ പറഞ്ഞ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവരെന്താ LKG UKG ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിച്ച് ഇവളാണോ തന്നെ പോയി പഠിച്ചത്? അത്രയും കഷ്ടപ്പെട്ടില്ല അവർ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞു ഇവളെന്താണ് പറഞ്ഞത്, സോഷ്യൽ മീഡിയ കിട്ടിയ പൈസ കൊണ്ട് വീട് വെച്ചതുകൊണ്ടാണ് വാപ്പ വന്നില്ലെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ആ പാവം ഇവിടെ വന്നപ്പോൾ മനസ്സിലായി എന്ന രീതിയിൽ അവർ ആ പേരൻസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ഇത് കാണുന്ന നോറയുടെ വാപ്പ വീട്ടിലിരുന്ന് വിചാരിക്കും ദൈവമേ ഏത് കഷ്ടകാലത്താണോ ഞാൻ ആ ബിഗ് ബോസ് വീട്ടിൽ കയറിയത് എന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ വരും. കാര്യം എന്ന് വെച്ചാൽ നോറ ചിന്തിക്കേണ്ടത് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് വാപ്പ ഭയങ്കരമാണ്, വാപ്പ എൻ്റെ അടുത്ത് പിണങ്ങിയിരിക്കുന്നു. ആ ഒരു നിമിഷത്തിൽ തൻ്റെ ഉമ്മയും വാപ്പയും എന്താ പറയേണ്ടത് ഇവിടെ കാണാൻ വന്ന സമയത്ത് അതിനൊരു പോസിറ്റീവായിട്ട് എടുത്ത് നല്ലൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്തെങ്കിൽ ഇതൊന്നും വരത്തില്ലായിരുന്നു. മനസ്സിലായോ? ഇതവർ വന്നു പോയതിന് ശേഷം ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞു, എനിക്ക് IAS പഠിക്കണമെന്ന് ആഗ്രഹമില്ല, എല്ലാം അവരെ നിർബന്ധമാണെന്ന രീതിയിൽ മൊത്തം അങ്ങോട്ട് പേരൻസിൻ്റെ മുന്നിൽ പഠിച്ചായിരുന്നത് അത്ര നല്ല സ്വഭാവമല്ല. ഓരോ പേരൻസും മക്കളെ കഷ്ടപ്പെട്ട് വളർത്തുന്നതും ഓരോ ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും. അല്ല, ചില മക്കൾ നല്ല രീതിയിൽ വരും, ചിലർ അവരവരുടെ ഇഷ്ടമുള്ള രീതിയിൽ പോകും. അതെല്ലാം ഓരോ വിധിയെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഏതൊരു രക്ഷകർത്താക്കളും ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വരണം, നല്ല വിദ്യാഭ്യാസം വേണം, നല്ലൊരു ജീവിതം അവർക്ക് കിട്ടണമെന്ന് തന്നെ ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ നോറയുടെ ഉമ്മയും വാപ്പയും ആഗ്രഹിച്ചതും ചിന്തിക്കുന്നതും പ്രവർത്തിച്ചതും. എന്തായാലും നല്ല രീതിയിലൊക്കെ നോറ പുറത്തിറങ്ങിയതിന് ശേഷം പേരൻസുമായിട്ട് നല്ലൊരു ബോണ്ടിങ് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് വിഷ് ചെയ്യാം. അതിനുശേഷം ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സായി നമ്മുടെ ജാസ്മിനോട് വെറുതെ ഒരു കൗണ്ടർ അടിക്കുകയാണ്. എനിക്കൊരു ഡൗട്ടുണ്ട്, പുറത്തു നിന്ന് നിങ്ങൾ അതായത് ജിൻഡോയും ജാസ്മിനും ഈ ഗെയിം പ്ലാൻ ചെയ്ത് വന്നതാണോ എന്നൊരു ഡൗട്ടുണ്ടെന്ന രീതിയിൽ ചുമ്മാ ജാസ്മിനായിട്ട് വാരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ സിജോ ടാസ്ക് ലെറ്റർ വായിക്കുന്നുണ്ട്. ടാസ്കിൻ്റെ പേര് കട്ടപ്പ.
അപ്പോഴും നമുക്ക് കട്ടപ്പയുടെ വിശേഷങ്ങൾ അറിയാം. എന്താണെന്ന് വെച്ചാൽ ടാസ്ക് ലെറ്റർ വായിക്കുന്നത് നിങ്ങളുടെ യാത്ര ബിഗ് ബോസ് വീട്ടിൽ ഇതാ കഴിയാറായി വരുന്നുണ്ട്. ടിക്കറ്റ് ഫിനാലോട് അനുബന്ധിച്ചിട്ടുള്ള ബോണസ് ടാസ്ക്കാണ് നടക്കുന്നത്. ടാസ്ക് 7 ആണ്. പേര് കട്ടപ്പ. 2 ഘട്ടങ്ങളായിട്ടാണ് ഈ ടാസ്ക് നടക്കുന്നത്. ഒരു ടീമിൽ നിന്ന് 2 പേർ വേണം, ബാക്കി വിധികർത്താവ്. അപ്പോൾ 4 ടീമുണ്ട്. 4 ടീമിൽ നിന്നും ഈ 2 പേർ മത്സരിക്കാൻ വരണം, 4 വിധികർത്താവും വേണം. അപ്പോൾ ഫസ്റ്റ് ഘട്ടമാണ്. എന്താണെന്ന് വെച്ചാൽ ഗാർഡൻ ഏരിയയിൽ പോകുക. അത് 4 ചുവരുകൾ കൊടുത്തിട്ടുണ്ട്. കുറേ കട്ടകളും നീല കളറും ചുവപ്പ് കളറും കട്ടകളും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഓരോ ചുവരിനകത്തും ഓരോ ടീമിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. 2 ഹോൾ അപ്പുറം ഇപ്പുറം കൊടുത്തിട്ടുണ്ട്. ബസർ അടിക്കുന്ന സമയത്ത് എല്ലാവരും ഓടുക. ഓടിപ്പോയതിനു ശേഷം കട്ടകൾ ശേഖരിക്കുക. ശേഖരിച്ച കട്ടകൾ അടുക്കി വെച്ചതിന് ശേഷം ബസർ അടിക്കുന്ന സമയത്ത് 2 പേരും ആ ദൂരത്തിലൂടെ ഒരേ സമയം കട്ടകൾ കൈമാറുകയും വാങ്ങുകയും ചെയ്യണം. ഇത് ബസർ സ്റ്റോപ്പ് ആവുന്ന സമയത്ത് ഈക്വൽ ആയിരിക്കണം. ചുവന്ന കട്ടയും നമ്മുടെ നീലക്കട്ടയും ഒരേപോലെ ഈക്വൽ ആയിരിക്കണം. എക്സ്ട്രാ ഏത് കട്ടയാണ് കൂടുതലുള്ളത് ആ കട്ട അവരങ്ങ് ജഡ്ജസ് എടുത്ത് മാറ്റിക്കളയും. അങ്ങനെയാണ് ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ബസ് അടിച്ച് തീർന്നതിന് ശേഷം ജഡ്ജസ് വന്ന് ഓരോരുത്തരുടെ ടണലിൻ്റെയും ഡെന്നിൻ്റെയും പീപ്പിൾസിൻ്റെയും അതുപോലെ തന്നെ നെസ്റ്റിൻ്റെയും കട്ടകൾ എണ്ണുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കട്ട വെച്ചിരിക്കുന്നത് വേറെ ആരുമല്ല, നെസ്റ്റാണ്. അവർ 44 കട്ടകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ടണലാണെങ്കിൽ അപ്സരയുടെ ടീം അവർ 33, ഡെൻ ജിൻഡോയുടെ ടീം 36 കട്ടകൾ വെച്ചിട്ടുണ്ടായിരുന്നു. പീപ്പിൾസ് 32 കേട്ടോ. അങ്ങനെ പോയിൻ്റ് നിലയിൽ 1-ാം സ്ഥാനം നേടിയിരിക്കുന്നത് നെസ്റ്റാണ്. അങ്ങനെ അവർക്ക് 16 പോയിൻ്റ് വന്നു. ഡെൻ ടീമിന് 2 പോയിൻ്റ് നേടി 14 പോയിൻ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടണലിന് അപ്സര ടീം 1 പോയിൻ്റ് നേടി അവരും 14 പോയിൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡെന്നും ടണലും ഒരേ പോയിൻ്റ് ഈക്വലായിട്ട് നിൽപ്പുണ്ട് 14. പക്ഷേ നമ്മുടെ പീപ്പിൾസിന് 1 പോയിൻറ്റും കിട്ടിയില്ല. അവർ 6 തന്നെ. പക്ഷേ പോയിൻ്റ് നിലയിൽ അവർക്ക് 6 ആണ്. അപ്പോൾ 1-ാം സ്ഥാനം നെസ്റ്റാണ് നേടിയിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ട് ആ ടാസ്ക് അവിടെ തീർന്നിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ടാസ്ക് ലെറ്റർ അപ്സര വായിക്കുന്നുണ്ട്. ടാസ്കിൻ്റെ പേര് പറപ്പിക്കൽ. അപ്പം നേരത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു പതപ്പിക്കലാണെങ്കിൽ ഇവിടെ പറപ്പിക്കലാണ്. അതായത് നാളത്തോടുകൂടെ ടാസ്ക് തീരാൻ പോവുകയാണ്. ഇത് 8ാമത്തെ ടാസ്ക്കാണ്. ഓരോ ടീമിൽ നിന്നും 2 പേർ മത്സരിക്കണം. ആക്ടിവിറ്റി ഏരിയയിൽ പോകുക. 4 പെഡസ്റ്റൽ കൊടുത്തിട്ടുണ്ട്, 4 ബൗളും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബൗളിനകത്ത് കുറേ പേപ്പർ കഷ്ണം കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ബൗളിൽ നിന്നും ഈ പേപ്പർ കഷ്ണം ഊതി കളയും. ഒരു ടീമിൽ നിന്നും ഒരാളിങ്ങനെ ഊതി പറപ്പിച്ച് കളയുന്ന സമയത്ത് അവർക്ക് ശ്വാസം കിട്ടാതെ വരുന്ന സമയത്ത് അടുത്ത ആൾക്ക് വരും. ഇങ്ങനെ ഓരോ ടീമും ചെയ്യുക. അപ്പം നെക്സ്റ്റ് 1 മിനിറ്റും 10 സെക്കൻഡും കൊണ്ടാണ് ഊതി പറപ്പിച്ചത് കേട്ടോ. പക്ഷേ നമ്മുടെ ജെൻഡോയുടെ ടീം ഡെന്നാണെങ്കിൽ കുറേ സമയമെടുത്ത് 7 മിനിറ്റിൽ കൂടുതൽ അധികമായിട്ട് എടുത്ത് 7-10 എടുത്തു കേട്ടോ. അങ്ങനെ ഈ സമയത്ത് ഇവർ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം നന്ദന ഭയങ്കരമായിട്ട് ബ്രീത്തിങ് പ്രോബ്ലം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നന്ദന കുഴഞ്ഞു വീഴുന്നുണ്ട്. എല്ലാവരും കൂടി എടുത്തുകൊണ്ട് മെഡിക്കൽ റൂമിലേക്ക് പോകുന്ന രംഗമാണ് കാണുന്നത് കേട്ടോ. ഈശ്വര ഒന്നും വരുത്തല്ലേ എന്നൊരു പ്രാർത്ഥനയായിരുന്നു കേട്ടോ. കാരണം അത്രയും സമയം ഊതി ഇങ്ങനെ കുനിഞ്ഞെന്ന് ഊതുന്ന സമയത്ത് ആർക്കാലും ഒരു ശ്വാസം കിട്ടാതെ പ്രശ്നം വരും കേട്ടോ. അങ്ങനെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി. എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബ്രീത്തിങ് ഒക്കെ ഓക്കെ ആയതിന് ശേഷം പിന്നെയാണ് നമ്മുടെ പീപ്പിൾസ് ടീമിൻ്റെ ഗെയിം ആരംഭിച്ചത്. ആദ്യം നെസ്റ്റും പിന്നെ ടണലും ഡെന്നും ആയിരുന്നു കേട്ടോ. പീപ്പിൾസ് ടീം വന്ന് 6 മിനിറ്റ് 41 സെക്കൻഡും എടുത്തിട്ടാണ് പേപ്പർ കഷ്ണം ഊതിക്കളഞ്ഞത്. ഒന്നാമത് എത്തിയിരിക്കുന്ന നെക്സ്റ്റ് ടീമാണ് 1 മിനിറ്റും 10 സെക്കൻഡും 3 പോയിൻ്റ് നേടി ടോട്ടൽ 19 പോയിൻ്റ് നേടി 1-ാം സ്ഥാനം അവർ നിലനിർത്തുന്നു. രണ്ടാമത് വന്നിരിക്കുന്ന ടണലാണ് 2 മിനിറ്റും 6 സെക്കൻഡും എടുത്ത് 2 പോയിൻ്റ് കരസ്ഥമാക്കി ടോട്ടൽ പോയിൻ്റ് 16. ഡെന്നിനാണെങ്കിൽ 7 മിനിറ്റും 10 സെക്കൻഡും എടുത്തത് കാരണം പോയിൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. 14 പോയിൻ്റിൽ തന്നെ നിൽപ്പുണ്ട്. പീപ്പിൾസ് ടീമിന് 6 പോയിൻ്റ് ആയിരുന്നല്ലോ. ഇന്ന് 3-ാം സ്ഥാനം വന്നത് കാരണം 1 പോയിൻ്റ് കിട്ടി. ടോട്ടൽ അവർക്ക് 7 പോയിൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ 1-ാം സ്ഥാനം നിലനിർത്തിയത് ഋഷിയുടെ ടീമായ നെസ്റ്റാണ് കേട്ടോ. അതിനുശേഷം ഒരു BB ന്യൂസാണ് കേട്ടോ. വാർത്ത വായിക്കുന്ന അപ്സരയാണ്. BB ഹൗസിൽ നടന്ന കാര്യങ്ങൾ രാവിലെ മുതൽ ഈ സമയം വരെ നടന്ന കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു വാർത്താ അവതരണം. മാത്രമല്ല റിപ്പോർട്ടറായിട്ട് വന്നിരിക്കുന്നത് സായിയും സിജോയുമാണ്. ന്യൂസ് അവതാരകയായ അപ്സര ചോദിക്കുന്നുണ്ട് സിജോയുടെ അടുത്ത്, സിജോ കേൾക്കാമോ? അപ്പോൾ സിജോ പറഞ്ഞു കേൾക്കാം. അതായത് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ രാവിലെ ഉള്ള കാര്യങ്ങൾ? അതായത് എന്നത്തെയും പോലെ പതിവ് തെറ്റിക്കാതെ ജിൻഡോ പാട്ടിടുന്ന സമയത്ത് മോർണിംഗിൽ പാട്ടിടുന്ന സമയത്ത് നേരെ ബാത്റൂമിൽ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ രംഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കട്ടപ്പയുടെ റിപ്പോർട്ടിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്താണ് കട്ടപ്പ? പിന്നിൽ നിന്നും ആരെങ്കിലും കുത്തി വന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സായി പറയുന്നുണ്ട് സിജോ അപ്സരയെ പിന്നിൽ നിന്ന് കുത്തിയോ എന്ന് നമ്മുടെ അപ്സരയ്ക്ക് ഒരു വിഷമമുണ്ട്, ഒരു കട്ടപ്പയായോ എന്ന് ഡൗട്ട് എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. റിപ്പോർട്ടർ സിജോ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാക്കാൻ പറ്റി. പീപ്പിൾസ് റൂമിനകത്ത് ആഭ്യന്തര കാര്യങ്ങൾ സംസാരിക്കുന്ന ഋഷിയും അൻസിബൻ, പക്ഷേ അവർക്കിടയിൽ ടോക്സിക്കായി വന്ന അഭിഷേക് ശ്രീകുമാർ ഇപ്പോൾ ഒരു കുഞ്ഞുവാവയായി അവരുടെ ഇൻ്റർനാഷണൽ ചർച്ചകൾ ഉൾപ്പെടുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന രീതിയിൽ സിജോ പറയുന്നുണ്ട്. മാത്രമല്ല അൻസിബ നോറയും തമ്മിലൊരു സിനിമ എഴുതിയിട്ടുണ്ടായിരുന്നു, അൻസിത്തയുടെ നോറക്കുട്ടി എന്നുള്ളത്. അത് എന്തായാലും ആ കഥയുടെ സിനിമയുടെ സ്ക്രിപ്റ്റ് അവർ വലിച്ചു കീറിയെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്.
പിന്നെ അപ്സര, നമുക്കാണെങ്കിൽ ഇതുവരെയും അർജുൻ്റെ സ്കാൻ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അർജുന് മുതുകത്തും കൂടി വയറുണ്ട്. ഇവിടുന്ന് സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റി കഴിക്കുന്നത് അർജുനാണെന്ന രീതിയിൽ സംസാരിച്ചു. അർജുനൊക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരെ കുറിച്ചൊരു വിശകലനം നടത്തിക്കൊണ്ട് തന്നെയാണ് സായിയും സിജോയും അപ്സരയും കൂടി വാർത്ത അവതരിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ റിവ്യൂവിൽ കുറച്ച് ആവേശം കൂടിപ്പോയല്ലേ ഫ്രണ്ട്സ്? കുഴപ്പമില്ല കേട്ടോ, ഒന്ന് ക്ഷമിച്ച് കളയുക. അതിനുശേഷം രാത്രി ആയിട്ടുണ്ട്. എല്ലാവരും കൂടി ഇരുന്നിട്ട് ജാസ്മിന് അപ്സരയും നന്ദനെയും അതുപോലെ നോറയൊക്കെ അനുകരിക്കുന്നതാണ് കേട്ടോ. ജാസ്മിൻ്റെ അനുകരണം എല്ലാം കണ്ട് എല്ലാവരും അങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ജാസ്മിൻ സായി ഒരൊറ്റ ആടി. അപ്പോഴത്തേക്ക് സായി ഇങ്ങനെ ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറുകയാണ്. ഇവിടെ സീക്രട്ട് ഏജൻ്റായിട്ട് വന്നു, ഇപ്പോൾ സായി കൃഷ്ണയായി, ഇപ്പോൾ ഇത് കണ്ണനായി മാറിയിരിക്കുകയാണ്. ലാലേട്ട വന്നപ്പോൾ പറഞ്ഞല്ലോ, അതേ സുഹൃത്തുക്കളെ, നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ഒരു കുഞ്ഞുമാവായിട്ട് മാറുകയാണ്. ആ ലുക്കിലൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ടാണ് ഇന്ന് സായി അവതരിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ആ എക്സ്പ്രഷനിലോടുകൂടി തന്നെയാണ് ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് തീർന്നിരിക്കുന്നത്. ഇനി നമുക്ക് BB+ എന്തൊക്കെ സംഭവിച്ചു നോക്കാം. BB+-നകത്ത് നേരത്തെ നമ്മുടെ ജിൻഡോയും ജാസ്മിനൊക്കെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു ബാലൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സായി പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ ഇവിടെ ആരെയും ഷുഗർ കോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, നീ ഉണ്ടല്ലോ, ചെയ്തിട്ടുണ്ട്, നീ നമ്മളടുത്ത് ഒന്ന് സംസാരിക്കുക, എന്നിട്ട് അവിടെ പോയി അവരെ കാണുമ്പോൾ വേറെ രീതിയിൽ സംസാരിക്കുക. അപ്പോൾ സായി ചോദിക്കുന്നു, നീ ഗബ്രിയെ ഷുഗർ കോട്ട് ചെയ്തിട്ടില്ലേ? നീ ആരെല്ലാം ഷുഗർ കോട്ട് ചെയ്തിട്ടുണ്ട്? നീ എന്താ അങ്ങനെ സംസാരിക്കുന്ന രീതിയിൽ? എൻ്റെ ഗെയിമാണ്, അതെ അവന് അങ്ങനെ ഗെയിം കളിക്കാൻ പറ്റത്തില്ല എന്ന രീതിയിൽ സായിയെ സപ്പോർട്ട് ചെയ്യുന്ന അഭിഷേക് ശ്രീകുമാർ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഡിസ്കഷൻ നേരെ അങ്ങോട്ട് കിച്ചണിൽ വരെ പോകുന്നുണ്ട്. സിജോട് സംസാരിക്കുന്നുണ്ട്. അത് എപ്പോഴും പറയുന്നത് ഇതെൻ്റെ ഗെയിമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ജാസ്മിൻ ജാഫർ എന്ന വ്യക്തിക്ക് സീക്രട്ട് ഏജൻറ്റിനെ അറിയാവൂ, സായി എന്ന വ്യക്തിയെ നിനക്ക് അറിയത്തില്ല, ഇവിടെ വന്നിട്ടില്ല നീ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത്. അപ്പോഴത്തെ ജാസ്മിൻ പറഞ്ഞു, ഓക്കെ നമുക്ക് ഇനി ഈ വിഷയം ഇവിടെ സംസാരിക്കുന്നതോടെ ഇവിടെ നിർത്താവുന്ന രീതിയിൽ അവർ ആ വിഷയത്തിനൊരു സമാപ്തി ഫുൾ സ്റ്റോപ്പ് വരുത്തിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അൻസിബയും ഋഷിയും ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ, ഋഷിയാണെങ്കിൽ നോറോട് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്തിനാ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്കിനും ജോലി ചെയ്യുകയായിരുന്നു? അപ്പോൾ നോറ പറഞ്ഞു, ഞാൻ ഔദാര്യത്തിലല്ലേ ഇവിടെ നിൽക്കുന്നത്, അപ്പോൾ ഇവിടെ കുറച്ച് ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കാര്യം വന്ന് ഋഷി അൻസിബ എടുത്ത് ഷെയർ ചെയ്യാണ്. അപ്പോൾ പറഞ്ഞു, അവൾ സിമ്പതി ട്രാക്ക് പിടിക്കുകയാണ്, അവളുടെ കള്ളം കൈയോടെ പൊക്കിയപ്പോൾ ഇനി അങ്ങോട്ട് സിമ്പതി ക്രിയേറ്റ് ചെയ്യുകയാണ്, അവൾ ടോപ്പ് 5-ൽ വരുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അവൾ വിന്നറാകുമെന്ന് വിചാരിച്ചാൽ നടക്കുന്നത് എന്ന രീതിയിൽ അവർ തമ്മിൽ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ കോൺവെർസേഷന് ശേഷം എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ആർക്കൊക്കെയാണ് ഇവിടെ കൂപ്പൺ കിട്ടിയിരിക്കുന്ന രീതിയിൽ. അങ്ങനെ എല്ലാവരും കൂപ്പൺ കിട്ടിയൊരു കൂപ്പൺ എടുത്തിട്ട് വരുന്നു. ഇത് റെഡീം ചെയ്യേണ്ട സമയമായിരിക്കുന്നു. നിങ്ങൾ ഗാർഡൻ ഏരിയയിൽ പോകുക, അപ്പോൾ അവിടെ ഒരു കൗണ്ടറുണ്ട്, അതിൽ നിങ്ങൾ ഈ കൂപ്പൺ കൊടുത്തതിന് ശേഷം ആ കൂപ്പണിനകത്ത് എന്താണോ ഫുഡ് ഐറ്റംസ് ഉള്ളത് അത് നിങ്ങൾക്ക് വാങ്ങാം. അങ്ങനെ എല്ലാവരും പോയി BBയുടെ റെഡീം സ്റ്റോറിൽ പോയിട്ട് ഈ കൂപ്പൺ കൊടുക്കുന്നു, ഫുഡ് മേടിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ എല്ലാവരും ആ ഫുഡ് വാങ്ങിച്ച് കളക്ട് ചെയ്തിട്ട് ഒരുമിച്ച് അത് ഷെയർ ചെയ്ത് കഴിക്കുന്ന രംഗമാണ് കാണിക്കുന്നത് കേട്ടോ. അടുത്ത രംഗം എന്താണെന്ന് വെച്ചാൽ, വീണ്ടും ഋഷിയും അൻസിബയും കട്ടിൽ കടന്ന്, നേരത്തെ പുറത്ത് ഇരുന്നിട്ടായിരുന്നെങ്കിൽ ഇവിടെ കട്ടിൽ കടന്ന് ഡിസ്കസ് ചെയ്യാണ്. അതായത് BB ന്യൂസിൽ സിജോയൊക്കെ ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവർ പീപ്പിൾസ് റൂമിനകത്ത് ഇൻ്റർനാഷണൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോഴത്തേക്കാണ് അൻസിബ പറയുന്നത്, അവർ നമ്മൾ എത്രമാത്രം വീക്ഷിക്കുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ അവരാണ് ഇവിടെ ഒളിഞ്ഞു നോക്കുന്നത്, എന്നിട്ട് അവർ നമ്മളെയാണ് പറയുന്ന രീതിയിൽ കേട്ടോ. അതിനുശേഷം നോറ സിജോ അവരൊക്കെ ഈ രാവിലത്തെ BB+-നകത്ത് മോർണിംഗ് ടാസ്ക് കൊടുത്തല്ലോ, അത് ആ ക്വസ്റ്റ്യൻസ് എന്തിനാണ് നിങ്ങൾ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചിരിക്കുന്ന രീതിയിൽ, ഞാൻ ഇവിടെ നാട്ടുകാരെ പറ്റിച്ച് കഴിഞ്ഞിരിക്കും, നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന രീതിയിൽ നോറ വന്ന് എല്ലാവരോടും ചോദിക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. അവസാനം നമ്മുടെ ഋഷിയും അഭിഷേക് ശ്രീകുമാർ സംസാരിക്കുന്നത്, എന്തായാലും ഈ ടാസ്ക് കണ്ടപ്പോൾ വീട്ടുകാർക്കൊരു ആശ്വാസം കിട്ടിക്കാണും, അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരു ടാസ്കിന് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന്. എന്തായാലും ഇന്ന് നടന്ന ടാസ്കിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, വീട്ടുകാരുടെ പ്രാർത്ഥന ഫലിച്ചു, ഒരു പ്രശ്നവുമില്ലാതെ ഈ ഗെയിം കഴിഞ്ഞു എന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോഴത്തെ അൻസിബ പറഞ്ഞത്തേക്ക് ഇവനാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഋഷി ഒരു ചുഴലിക്കാറ്റായി മാറും എന്ന രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ട് BB+ഉം അവിടെ അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും 2 ടാസ്ക് നടന്നിട്ടുണ്ട്, കട്ടപ്പ ടാസ്കും അതുപോലെ തന്നെ പറപ്പിക്കലും. എന്തായാലും പോയിൻ്റ് നിലയിൽ ഒന്നാമത് നിൽക്കുന്നത് നെക്സ്റ്റ് തന്നെയാണ്. നമ്മുടെ നന്ദനക്കുട്ടിക്ക് വയ്യാതാകുന്നുണ്ട്. വേറെ ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു, പിന്നെ BB ന്യൂസും ഉണ്ടായിരുന്നു. ഇത്രയുമാണ് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നടന്നത്. ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ആക്കാനും മറക്കല്ലേ കൂട്ടുകാരെ. നാളത്തെ റിവ്യൂ വരാം. അതുവരെ നിങ്ങൾ ഇവിടെ പറയുന്നു, ബിജി രമേശ് വ്ലോഗിലെ ബിജി. ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കല്ലേ. ബൈ.